സ്ത്രീകളുടെ ലൈംഗിക ഉത്തേജനത്തിലും രതിമൂർച്ചയിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ശരീരഭാഗമാണ് അവരുടെ വൾവയ്ക്ക് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്രിസരി അഥവാ ക്ലിറ്ററിസ്. എന്നാൽ നിങ്ങളിൽ എത്ര പേർക്കറിയാം അവരുടെ ക്രിസരി പോലെ തന്നെ നിപ്പിൾസിനും ഈ ലൈംഗിക ഉത്തേജനത്തിലും രതിമൂർച്ചയിലുമൊക്കെ എത്തിക്കാൻ ഒരു വലിയ കഴിവുണ്ട് എന്നുള്ള സത്യം? നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു ഫങ്ഷണൽ സെക്ഷുവാലിറ്റി സ്പെഷ്യലിസ്റ്റും നോൺ മെഡിക്കൽ സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത എന്നാൽ 100% ശാസ്ത്രീയമായിട്ട് സത്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള നിപ്പിൾ ഗ്യാസത്തെ പറ്റിയാണ്. അതായത് നിപ്പിൾസിൻ്റെ സ്പർശനത്തിലൂടെ മാത്രം ഒരു രതിമൂർച്ച, അതായത് ഓർഗാസത്തിലെത്തുവാനുള്ള ഒരു കഴിവ്. ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ഹിഡൻ ഫീച്ചറാണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. കേരളത്തിലെ പ്രമുഖ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലുമൊക്കെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ചെലവഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏകദേശം 90% ലൈംഗിക പ്രശ്നങ്ങളും ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമല്ല. അതുണ്ടാകുന്നത് നിങ്ങളുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിലുള്ള ഒരു തകരാറാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മരുന്ന് കഴിച്ചോ സർജറി ചെയ്തോ ഒന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സത്യം ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും നിങ്ങളോട് തുറന്നു പറയാറുമില്ല. കാരണം ഈ മനസ്സും ശരീരവും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ട പ്രായോഗിക ലൈംഗിക അറിവ് ഇന്നും കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അപ്പോൾ നാളെ നിങ്ങളും ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുക്കലോ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ ഒക്കെ ലൈംഗിക പ്രശ്നവുമായിട്ട് പോവുകയാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ തുറന്നു ചോദിക്കുക, താങ്കളുടെ പ്രായോഗിക ലൈംഗികതയിലുള്ള പരിജ്ഞാനം എന്താണെന്ന്. കാരണം ആ ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ രക്ഷിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് മരുന്നുകളൊന്നും കൂടാതെ ശാസ്ത്രീയമായിട്ട് പരിഹരിക്കാനുമൊക്കെ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് ഈ നിപ്പിൾ ഗ്യാസത്തെ പറ്റി ശാസ്ത്രത്തിന് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് നോക്കാം. നമ്മുടെ തലച്ചോറിൽ ജെനറ്റിയൽ സെൻസറി കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സിഗ്നലുകളും പ്രോസസ്സ് ചെയ്യുന്ന ഒരു VIP സെക്ഷനാണ് ഇത്. സ്ത്രീകളുടെ യോനി, ക്രിസരി, സെർവിക്സ് എന്നീ ഭാഗങ്ങളിൽ നിന്നുമുള്ള സിഗ്നലുകൾ നേരെ ചെന്നെത്തുന്നത് ഈ VIP സെക്ഷനിലാണ്. എന്നാൽ നിങ്ങളിൽ പലരും മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ നിപ്പിൾസിൽ നിന്നുമുള്ള സിഗ്നലുകളും ഇതേ സെക്ഷനിൽ തന്നെയാണ് ചെന്നെത്തുന്നത്. ഈ ലൈംഗിക ഉത്തേജനത്തിന് സഹായിക്കുന്ന വളരെയധികം നെർവ് എൻഡിങ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ നിപ്പിൾസ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിനെ സംബന്ധിച്ച് ഈ ജനനേന്ദ്രിയങ്ങളിലെ സ്പർശനവും നിപ്പിൾസിലെ സ്പർശനവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കണക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ അവരുടെ ജനനേന്ദ്രിയങ്ങളിൽ സ്പർശിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു രതിമൂർച്ചയിൽ എത്തിക്കുവാൻ സാധിക്കും. സെക്സിൽ പല പുരുഷന്മാർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്നറിയാമോ? അവരിതിനെ ഒരു റേസ് മാതിരിയാണ് കാണുന്നത്, പെട്ടെന്ന് തീർക്കണം. എന്നാൽ നിപ്പിൾ ഗ്യാസം വേണമെങ്കിൽ നിങ്ങൾ ഉസൈൻ ബോൾട്ടിനെ പോലെ ആയിട്ട് കാര്യമില്ല, ഒരു മാരത്തോൺ ഓട്ടക്കാരനെ പോലെ ആകണം. തിരക്ക് കൂട്ടാൻ പാടില്ല. ഇത് പതുക്കെയുള്ള ഒരു ബിൽഡപ്പാണ്. വളരെ പതുക്കെ തുടങ്ങി സെൻസേഷൻസ് പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക. കാരണം നിങ്ങളുടെ തലച്ചോറിലെ ജെനറ്റിയൽ കോർട്ടെക്സ് സിഗ്നലുകളുമായിട്ട് സിങ്ക് ആകാൻ സമയമെടുക്കും. നിങ്ങൾ ധൃതി കാണിച്ചാൽ ഇത് വെറും ലോക്കലായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിട്ട് ഒതുങ്ങിപ്പോകും. എന്നാൽ നിങ്ങൾ ക്ഷമയോടുകൂടെ സമയമെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പങ്കാളിയുടെ ശരീരം മൊത്തം വ്യാപിക്കുന്ന ഒരു സ്ഫോടനമായിട്ട് മാറും. മനുഷ്യൻ്റെ ബ്രെയിൻ വളരെയധികം പുതുമയും വൈവിധ്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ സ്പർശിച്ചുകൊണ്ടിരുന്നാൽ ബോറടിക്കുമെന്ന് മാത്രമല്ല അവളുടെ ബ്രെയിൻ ആ സിഗ്നലുകളെ ട്യൂൺ ഔട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലതരത്തിലുള്ള സ്പർശനങ്ങൾ പരീക്ഷിക്കണം. വിരൽ കൊണ്ടും വാ കൊണ്ടും നാവ് കൊണ്ടുമൊക്കെ. ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്: നിങ്ങളുടെ പങ്കാളിയുടെ നെർവ് എൻഡിങ്സുകളെ എപ്പോഴും സർപ്രൈസ് ചെയ്യിപ്പിക്കുക. ഓരോ തവണയും പുതിയ അനുഭവം നൽകുന്നതിലൂടെ ആ ആവേശത്തിൻ്റെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടേയിരിക്കുക. സെക്സിലെ മറ്റൊരു മാന്ത്രിക വിദ്യയാണ് ഈ എഡ്ജിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പങ്കാളി ഒരു രതിമൂർച്ചയുടെ വക്കിലെത്തി എന്ന് തോന്നിക്കുമ്പോൾ കാര്യങ്ങളുടെ സ്പീഡ് കുറയ്ക്കുക, എന്നിട്ട് പതിയെ വീണ്ടും ഒന്നേന്ന് ബിൽഡ് ചെയ്ത് വരിക. ഇങ്ങനെ പലതവണ ചെയ്യുമ്പോൾ അവസാനമുണ്ടാകുന്ന ആ ഒരു ആനന്ദം ഒരു അഗ്നിപർവ്വത സ്ഫോടനം പോലെ ആയിരിക്കും. ചിലർ പറയാറുണ്ട് എൻ്റെ പങ്കാളിക്ക് നിപ്പിൾസിൽ യാതൊരു ഫീലിംഗും ലഭിക്കാറില്ല എന്ന്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും?
നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾ സ്വയംഭോഗം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ രതിമൂർച്ചയുടെ വക്കിലെത്തുമ്പോഴോ ഒക്കെ നിപ്പിൾ സ്റ്റിമുലേഷനും കൂടെ ഉൾപ്പെടുത്തുക. എന്താണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം? ഏറ്റവും വലിയ സുഖം കിട്ടുന്ന സമയത്ത് നിങ്ങൾ നിപ്പിളിൽ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഈ 2 സിഗ്നലുകളെയും ബന്ധിപ്പിക്കാൻ പഠിക്കും. കുറച്ചു കാലം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മുൻപ് യാതൊരു വികാരവും ഉണരാതിരുന്ന ആ ഭാഗം നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലഷർ പോയിന്റ് ആയിട്ട് മാറും. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബാധകമാണ്. സ്ത്രീകളുടെ മൂഡ് മാറുന്നത് പോലെ തന്നെ അവരുടെ സെൻസിറ്റിവിറ്റിയും മാറിക്കൊണ്ടേയിരിക്കും. സാധാരണയായി അവരുടെ ഓവുലേഷൻ സമയത്താണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റിയും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിപ്പിൾ ഗ്യാസം പരീക്ഷിക്കാൻ ഏറ്റവും നല്ല സമയമാണിത്. ചില സ്ത്രീകൾക്ക് പീരിയഡ്സിന് മുമ്പും നല്ല സെൻസിറ്റിവിറ്റി തോന്നാറുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് അവിടെ സ്പർശിക്കുന്നത് പോലും അസ്വസ്ഥതയും വേദനയും ഒക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. നിപ്പിൾ ഗ്യാസം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ക്ഷമയോടുകൂടെ സ്നേഹത്തോടുകൂടെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാകുക. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ എത്രത്തോളം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഒരു മികച്ച പങ്കാളിയായിട്ട് മാറുവാൻ നിങ്ങൾക്കും സാധിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.